ഇന്ന് നമുക്ക് ഐ വിഷ് ഐ കുഡ് ചെയ്താലോ? എളുപ്പമാണോ അത്? ഒരിച്ചിരി കൺഫ്യൂസിങ് ആണോ? ഇതിന് കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. അത് നമ്മൾ ഒരിക്കലും ഇത് പ്രസൻറ്റ് നിങ്ങൾ ആദ്യം ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ ഒരിക്കലും പ്രസൻറ്റ് ടെൻസിൽ യൂസ് ചെയ്യാറില്ല. കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചോ ഒക്കെ അറ്റ് പ്രസൻറ്റിൽ നമ്മൾ പറയുന്നതാണ്. അതായത് അത് ചാൻസാണ്, ഒരു ചാൻസ് മാത്രം. അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാമായിരുന്നു എന്ന് പറയുന്നതാണ്. അല്ലാതെ പ്രസൻറ്റിൽ നടക്കുന്ന ഒരു കാര്യമേ അല്ല ഇത്. ഇപ്പം ഒരു എക്സാമ്പിൾ നമ്മൾ പറയാണ്, ഐ കുഡ് റൈറ്റ് ദ എക്സാം വെൽ. ഇപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് എക്സാം നന്നായിട്ട് എഴുതാമായിരുന്നു, പക്ഷേ എഴുതിയോ? എഴുതിയില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഐ വിഷ് ഐ കുഡ് എന്ന് പറയുന്നത് ഒരു മിയർ ചാൻസ് മാത്രമാണ്. ഇപ്പം നമ്മൾക്ക് കിട്ടാതെ വന്ന, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാതെ വന്ന, അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സ്റ്റൈലായിട്ട് പറയുന്നതാണ്. അതായത് നമ്മൾ തമിഴിൽ മുടിയാത് എന്ന് പറയല്ലേ, മുടിയാത് അത് തന്നെയാണ് സംഭവം കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ നോക്കിയാൽ, അതായത് ഓൺലി ചാൻസ്, ഡിഫിക്കൽട്ട് ഓർ ഇമ്പോസിബിൾ ടു ഡു. അപ്പോൾ ഇത് ചാൻസ് മാത്രമാണ്. അങ്ങനെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു. ഒരു എക്സാമ്പിൾ, ഐ വിഷ് ഐ കുഡ്. എന്താണ് ഐ വിഷ് ഐ കുഡ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് പറക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഐ വിഷ് ഐ വെയർ, ഒരു നല്ലൊരു ചാൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു അവസരം വരുമ്പോൾ, ഒരു നല്ല പാർട്ടി. അപ്പം നമ്മൾ പാർട്ടിക്കൊന്നും പോയില്ല, നമ്മളിവിടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയാം ഐ വിഷ് ഐ വെയർ ദെയർ. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. എന്നാ പറയാനാ, അല്ലേ? അപ്പോൾ ഇമ്പോസിബിൾ ടു ഡു അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഐ വിഷ് ഐ കുഡ് പറയുന്നത്. ഒരു ചാൻസസിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നതാണ് ഐ വിഷ് ഐ കുഡ്. ഇനി ബാക്കി നമുക്കൊന്ന് നോക്കാം. ഐ വിഷ് ഐ കുഡ് വിൻ ദ ലോട്ടറി. കണ്ടോ, എന്നാ പറയാനാ? നമുക്ക് ലോട്ടറി അടിച്ചോ? ലോട്ടറി അടിക്കുമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ഐ കുഡ് വിൻ ദ ലോട്ടറി. അടുത്തത്, ഐ വിഷ് ഐ കുഡ് ബൈ 50 pairs ഓഫ് ഷൂസ്. 50 ജോഡി ഷൂസ് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു, അല്ലേ? നല്ല ബാറ്റയുടെ ഷൂസും ക്യാൻവാസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ എന്നാ പറയാനാ? ഐ വിഷ് ഐ കുഡ് ബൈ 50 pairs. ഇപ്പോൾ ഇതൊക്കെ നടന്ന കാര്യങ്ങളല്ല, നടക്കാൻ പോകുന്നതുമല്ല, പക്ഷേ നമ്മളങ്ങനെ ആഗ്രഹിച്ചു പോവുകയാണ്. ഐ വിഷ് എന്ന് പറഞ്ഞാൽ എന്താ? ആഗ്രഹിക്കുക. അപ്പോൾ ഐ വിഷ് ഐ കുഡ് വിൻ ദ ലോട്ടറി. എനിക്ക് ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഐ വിഷ് ഐ കുഡ്. നിങ്ങൾക്കറിയാം, ക്യാൻ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് കുഡാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഐ വിഷ് ഐ കുഡ് വിൻ ലോട്ടറി എന്ന് പറഞ്ഞാൽ എനിക്ക് ലോട്ടറി അടിച്ചു എന്നാണോ അർത്ഥം? അല്ല. അപ്പോൾ ഐ വിഷ് ഇപ്പം ഇത് എപ്പോഴും നമ്മൾ ഇതിൻ്റെ കൂടെ പാസ്റ്റ് ടെൻസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഐ കുഡ്, ക്യാനും കുഡും. പക്ഷെ നമുക്ക് അടുത്ത എക്സാമ്പിൾ നമുക്കത് കാണാൻ പറ്റും കൂടുതലായിട്ട്. അപ്പോൾ ഐ വിഷ് ഐ കുഡ് വിൻ ലോട്ടറി എന്ന് പറഞ്ഞാൽ എനിക്ക് ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ അടിച്ചിട്ടില്ല, നാളെ അടിക്കുമോ എന്ന് നിശ്ചയവുമില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചാൻസ് എന്ന് പറയുന്നത് നിയർ ചാൻസ് മാത്രമാണ്, അല്ലെങ്കിൽ അത് ഡിഫിക്കൽട്ട് ടു ഡു, സംഭവിക്കണമെന്നില്ല. പിന്നെ അടുത്ത് ഐ വിഷ് ഐ കുഡ് ബൈ 50 pairs ഓഫ് ഷൂസ്. ഇപ്പോൾ എനിക്ക് 50 pairs ഓഫ് ഷൂസ് ഇല്ല, ഇനി വാങ്ങിക്കുമെന്ന് അറിയത്തുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഐ വിഷ് ഐ കുഡ് ബൈ 50 pairs ഓഫ് ഷൂസ്, അല്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിയാൽ, അപ്പോൾ ഇവിടെ ഈ വിൻ ബൈ എന്നൊക്കെ പറയുന്നത് വെർബാണ്. ആ വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ഒന്നും നമ്മൾ ഉപയോഗിക്കരുത്. ആ V1 മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അതായത് വെർബിൻ്റെ റൂട്ട് ഫോം. വിന്നിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? വൺ. അതുപോലെ ബൈയുടെ പാസ്റ്റ് ടെൻസ് ആണ് ബോട്ട്. അതൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത്. ഇവിടുത്തെ കാര്യത്തിൽ ഇവിടെ ഐ വിഷ് ഐ കുഡ് വരുമ്പോൾ നമ്മൾ ഈ വെർബിൽ ഇവിടെ പ്രസൻറ്റ് ടെൻസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. ഐ വിഷ് ഐ വെയർ എ മില്യനെയർ. ഇത് കൊച്ചു ക്ലാസ്സിൽ മുതൽ നമ്മൾ കേൾക്കുന്നതാണ് ഈ ഒരു എക്സാമ്പിൾ. ഐ വിഷ് ഐ വെയർ എ മില്യനെയർ. നടക്കില്ല ഒരിക്കലും. അപ്പോൾ ഇവിടെ നോക്കുക, ഐ വെയർ എന്നാണ് വരുന്നിരിക്കുന്നത്, ഐ വാസ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ഐ വിഷ് ഐ വെയർ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക. ഐ വിഷ് കഴിഞ്ഞിട്ട്
ഐ വെയർ ആണ് എപ്പോഴും വരിക, ഐ വാസ് വരില്ല. അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്, ബൈ ഹാർട്ട് ആക്കേണ്ടതാണ്. ഐ വിഷ് ഐ വെയർ എ മില്യനെയർ. പിന്നെ അടുത്തത് ഐ വിഷ് ഐ വെയർ എ ബേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാനൊരു പക്ഷി ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷിയാകുമോ ഒരിക്കലും നടക്കില്ലാത്ത കാര്യമാണത് അല്ലേ. അതുകൊണ്ട് അപ്പോഴൊക്കെയാണ് നമ്മൾ ഈ ഐ വിഷ് ചേർക്കുക. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഐ വിഷ് ഐ ഹാഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ V3 മാത്രം, അതായത് വെർബിൻ്റെ V3 ആണ് ഇവിടെ ഉപയോഗിക്കുക. ഓൾവേസ് യൂസ് V3 വിത്ത് ഹാസ്, ഹാവ്, ഹാഡ് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പം അത് ഉപയോഗിക്കുക. അപ്പം ഐ വിഷ് ഐ ഹാഡ് സ്റ്റഡീഡ് ബെറ്റർ. ഇപ്പോൾ ഈ ഐ വിഷ് ഐ ഹാഡ് വരുന്നത്, അപ്പം ഇത് എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് നമ്മൾ കണ്ടു. ഐ വിഷ് ഐ ഹാഡ്, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എക്സാമിന് വന്നിട്ടുണ്ടെങ്കിൽ ഐ വിഷ് ഐ ഹാഡ് ഡാഷ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും പാസ്റ്റ് അല്ലെങ്കിൽ V3 മാത്രം യൂസ് ചെയ്യുക. മനസ്സിലായോ? ഹാഡ് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും അവിടെ V3 മാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഹാവ്, ഹാസ്, ഹാഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഐ വിഷ് ഐ ഹാഡ് സ്റ്റഡീഡ്. അപ്പോൾ സ്റ്റഡി എന്നുള്ള വെർബിൻ്റെ V3 ഫോമാണ് എന്ത്, സ്റ്റഡീഡ്. അപ്പോൾ ഐ വിഷ് ഐ ഹാഡ് സ്റ്റഡീഡ് ബെറ്റർ. ഇതൊരു നമുക്ക് വേണമെങ്കിൽ പറയാം പശ്ചാത്താപം. എനിക്ക് നന്നായിട്ട് പഠിക്കാമായിരുന്നു. ഇപ്പോൾ ഓർത്തിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളിങ്ങനെയൊന്നും ഓർത്തിരിക്കരുത് കേട്ടോ. ഇങ്ങനെയൊരു ഫ്രേസേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. കാരണം നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നല്ലപോലെ എല്ലാം മനസ്സിലാക്കി നന്നായിട്ട് എഴുതണം കേട്ടോ. അപ്പം ഐ വിഷ് ഐ ഹാഡ് സ്റ്റഡീഡ് ബെറ്റർ എന്ന് നിങ്ങൾ പറയുമോ? ഒരിക്കലും പറയരുത്. നിങ്ങൾ പറയേണ്ടത് എന്താണ്, ഐ ഹാഡ് ഡൺ ദ എക്സാം വെൽ എന്ന് പറയണം കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കിയാൽ ഐ വിഷ് ഐ ഹാഡ് ഗോൺ ദെയർ. ഇവിടെ പറയാണ് ഞാനും അവിടെ പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർക്കുന്നു. അപ്പോൾ പോകേണ്ടതായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഞാനവിടെ പോകേണ്ടതായിരുന്നു. അതാണ് ഐ വിഷ് ഐ ഹാഡ്. അപ്പോൾ എപ്പോഴും ഹാഡിൻ്റെ കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ മാത്രമല്ല, ഇംഗ്ലീഷ് ഗ്രാമറിൽ ഇപ്പം നിങ്ങൾക്ക് വോയിസ്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് ഉണ്ട്, റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ട്. അതിലെല്ലാം ഹാഡ്, ഇംഗ്ലീഷ് ഗ്രാമറിൽ ഹാഡ് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം V3 ഫോം മാത്രം. അപ്പം ഗോ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ഗോയുടെ പാസ്റ്റ് ടെൻസ് വെൻറ്റ്. അതിൻ്റെ V3 ഫോമാണ് ഗോൺ. ഗോ, വെൻറ്റ്, ഗോൺ. അപ്പോൾ എപ്പോഴും V3 ഫോം ഉപയോഗിക്കുക. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ സിമ്പിൾ പാസ്റ്റിൻ്റെ കൂടെ ഐ വിഷ് ഐ സ്പോക്ക് ഫ്രഞ്ച്. ഇവിടെ വിഷ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഐ വിഷ് ഐ സ്പോക്ക് ഫ്രഞ്ച് എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് സ്പീക്ക് ഫ്രഞ്ച്. എനിക്ക് ഫ്രഞ്ച് അറിയില്ല. അപ്പോൾ ഫ്രഞ്ച് അറിയാമായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ഐ സ്പോക്ക് ഫ്രഞ്ച്. അടുത്തത് അത് സിമ്പിൾ പാസ്റ്റാണ്. അടുത്തതും ഐ വിഷ് ഐ വെയർ ഇൻ മൂന്നാർ. ഇപ്പോൾ ഞാനിവിടെ നമ്മളിവിടെ കൊച്ചിയിലിരുന്ന് ഈ ചൂടത്തിരുന്ന് നമ്മൾ ഓർക്കുകയാണ്, ഐ വിഷ് ഐ വെയർ ഇൻ മൂന്നാർ. മൂന്നാറിലായിരുന്നെങ്കിൽ. പക്ഷേ മൂന്നാറിലാണോ? അല്ല. അപ്പോൾ ഇതൊക്കെ ഇതെല്ലാം കാണിക്കുന്നത്, ഈ ഐ വിഷ് ഐ വെയർ ഇത് കാണിക്കുന്നത് നടക്കാൻ സാധ്യമല്ലാത്ത, അല്ലെങ്കിൽ ഈ നിയർ ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യമല്ലാത്ത കാര്യങ്ങളാണ്. അതായത് ചാൻസ് മാത്രം. നമ്മുടെ വിഷാണ് ഇത് കാണിക്കുന്നത്. ആ വിഷ് എന്ന് പറയുന്നത് ഒരു ചാൻസ് മാത്രമാണ്. ഡിഫിക്കൽട്ട് ടു ഡു അല്ലേ, അതാണ് നടക്കില്ലാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇവിടെയൊക്കെ കാര്യങ്ങൾ വന്നിരിക്കുന്നതിൽ നിങ്ങൾക്ക് ഈ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, പിന്നെ എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച്, വെർബിൻ്റെ ഫോം, പ്രിപ്പോസിഷൻ, ക്വസ്റ്റ്യൻ ടാഗ്, ഇതെല്ലാം ഈ ചാനലിലുണ്ട്. നിങ്ങൾ ആദ്യം മുതൽ കാണുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പം നന്നായിട്ട് ഈ ചാനൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നത് പോലെ തന്നെ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഉദാഹരണ സഹിതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കാണുക, മനസ്സിലാക്കുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.